നമസ്കാരം, വെൽക്കം ബാക്ക് ടു വരാന്തറീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് CGL 2024 പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ടാർഗറ്റ് CGL എന്ന് പറയുന്നത് എന്താ, നമ്മളിനി അപ്കമിംഗ് ആയി വരുന്ന SSC CGL എക്സാമിലെ റീസണിംഗ് എന്ന് പറയുന്ന പേപ്പറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു പുതിയ ഒരു സീരീസ് ആണ് ടാർഗറ്റ് CGL എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ 10 സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ ഒരു സമയം കൊണ്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഏത് ഓപ്ഷൻ ആയി താഴെ കാണുന്ന 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ആ ഒരു സംഭവം ബാധകമാണ്. ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്ന സമയത്ത് പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ച് നോക്കാം. എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത് അല്ലേ? നമുക്ക് നമ്മുടെ റീസണിങ് പേപ്പറിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ തോന്നും, ചിലപ്പോൾ അത് മാത്സ് ആണോ, മാത്സിലെ ക്വസ്റ്റ്യൻ അല്ലേ, റേഷ്യൻ പ്രൊപ്പോർഷനിലെ ക്വസ്റ്റ്യൻ അല്ലേ, ചിലപ്പോൾ പെർസെൻറ്റേജിലെ ആവറേജിലൊക്കെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കടന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് റീസണിങ്ങിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ക്വാണ്ട് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അത് മാത്രമല്ല ബുദ്ധിമുട്ടായിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആവറേജ് എന്ന് പറയുന്ന മാത്തമാറ്റിക്സിലെ നമ്മുടെ അരിത്മെറ്റിക്കിലെ ആവറേജ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താ, ആവറേജ് സ്കോർ. അപ്പോൾ ഒരാളുടെ സ്കോർ ക്രിക്കറ്റ് ബാറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാൻ ആണ്. അപ്പോൾ സ്കോറുകളാണ് പറയുന്നത്. എന്താ പറയുന്നത്, വിമൻസ് നാഷണൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു സീരീസിലേക്ക് നമ്മൾ പുതിയതായിട്ട് ഏതെങ്കിലും ICC മെൻസ് അങ്ങനെ ഒത്തിരി ട്രോഫികൾ, ഒത്തിരി കോമ്പറ്റീഷൻസ്, ഒത്തിരി സീരീസ് വരുമല്ലോ. അപ്പോൾ അതിൽ ഒരു സീരീസ് വരുന്നതിന് മുൻപ് അദ്ദേഹം ആ കുട്ടി അത്രയും തവണ കളിച്ചിട്ടുള്ള മാച്ചസിൻ്റെ ടോട്ടൽ ആവറേജ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് 45 എന്നുള്ളത് അല്ലേ. 45 ആണ് അതുവരെയുള്ള. എത്ര മാച്ചസ് ആണെന്ന് എനിക്കറിയില്ല, X അറിയില്ലല്ലോ. അടുത്തെന്താ പറയുന്നത്, സീരീസ് സ്റ്റാർട്ട് ചെയ്തു. ആ സീരീസിൽ 10 കളികൾ കളിക്കാൻ പറ്റി. ആ 10 കളികളിലായിട്ട് എത്ര റണ്ണ് സ്കോർ ചെയ്തു, 500 റണ്ണ് സ്കോർ ചെയ്തു. അപ്പോൾ 10 മാച്ചസിൽ 500 റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 10 മാച്ചുകൾ, ആ സീരീസിൽ കളിച്ച 10 മാച്ചിൻ്റെ മാത്രം ആവറേജ് എത്രയായിരിക്കും, ബാറ്റിംഗ് ആവറേജ് എത്രയായിരിക്കും? ആവറേജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ റൺസ് ഡിവൈഡഡ് ബൈ എത്ര കളി കളിച്ചു അല്ലേ. അപ്പോൾ 500 ഡിവൈഡഡ് ബൈ 10 എത്രയാണെന്ന് വരും? 50 ആയിരിക്കും. ആ ഒരു 10 കളികളിൽ മാത്രം ബാറ്റ് ചെയ്തതിൻ്റെ റൺസിൻ്റെ നമ്മുടെ ടോട്ടൽ ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം വരെ എനിക്കറിയില്ല 45 ആയിരുന്നു ആവറേജ്. അതിനുശേഷം ആവറേജ് എത്രയായി? 50 ആയി. ആ ഒരു 10 കളികളിൽ മാത്രം 50 ആയിരുന്നു. ഇനി എന്താ, ഈ സീരീസ് കഴിഞ്ഞപ്പോൾ അതുവരെ കളിച്ച ടോട്ടൽ കളികളുടെ എണ്ണം എടുത്തിട്ട് ടോട്ടൽ സ്കോർ ചെയ്ത റണ്ണ്, അവരുടെ രണ്ടുപേരുടെ ആവറേജ് ഞാൻ കണ്ടുപിടിച്ച സമയത്ത് എനിക്ക് എത്ര ആൻസർ കിട്ടിയേക്കണേ? 47.5 എന്ന് പറയുന്ന ആൻസറാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അല്ലേ. 47.5 ആണ് ടോട്ടൽ അതുവരെ കളിച്ചിട്ടുള്ള കളികളുടെ ആവറേജ്. അപ്പോൾ എന്താ മനസ്സിലായത്, സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് വരെ കളിച്ച കളികളുടെ ടോട്ടൽ ആവറേജ് 45 ആയിരുന്നു. സീരീസിൽ മാത്രം ആ ഒരു 10 കളികളിൽ മാത്രം സ്കോർ ചെയ്ത റണ്ണിനെ ബേസ് ചെയ്തിട്ട് ആവറേജ് എനിക്ക് 50 ആണെന്ന് കിട്ടി. അതിനുശേഷം എന്താ, രണ്ടും കൂടി ഞാൻ ക്ലബ് ചെയ്തിട്ട് ടോട്ടൽ ആവറേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് 47.5 ആണ്. അപ്പോൾ ഇങ്ങനെ ആവറേജുകളെ തമ്മിൽ ഞാൻ അലിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് താഴെ കിട്ടുന്ന റേഷ്യോസ് എന്തിൻ്റെ റേഷ്യോ ആയിരിക്കും? എന്തിൻ്റെ റേഷ്യോ? നമ്മൾ ആവറേജ് എഴുതുമ്പോൾ എന്താ താഴത്തെ എഴുതുന്നത്? മാച്ചസ് അല്ലേ, ടോട്ടൽ മാച്ച് അല്ലേ, റൺസ് ഡിവൈഡ്. ഇവിടെ നോക്കി ആവറേജ് എങ്ങനെ കണ്ടുപിടിച്ചാൽ ടോട്ടൽ റൺസ് ഡിവൈഡഡ് ബൈ മാച്ചസ്. അപ്പോൾ ഞാൻ ആ മുകളിൽ കിടക്കുന്ന ആവറേജിനെ ഞാൻ അലിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് താഴെ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് എന്തിൻ്റെ റേഷ്യോ ആയിരിക്കും? ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എൻ്റെ മാച്ചസിൻ്റെ റേഷ്യോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫറൻസ് കണ്ടുപിടിച്ച് 47.5 മൈനസ് 45 എത്രയാണെന്ന് വരും? 2.5. അതേപോലെ ഇവിടെ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 50 മൈനസ് 47.5 എത്രയാണെന്ന് വരും? 2.5 അല്ലേ. 2.5 2.5. അതിനർത്ഥം എന്താ, ഒരേ റേഷ്യോ ആണ് അല്ലേ, 1:1 റേഷ്യോയിലാണ് ഈ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ, ആ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് വരെ കളിച്ച കളികളുടെ എണ്ണം എത്രയാണ്? 1 ഒരു യൂണിറ്റ് ആണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സീരീസിൽ മാത്രം കളിച്ച കളികളുടെ എണ്ണം റെപ്രസെൻ്റ് ചെയ്യുന്നത് എഗെയിൻ 1 യൂണിറ്റ് തന്നെയാണ്. ഈ കിടക്കുന്ന 1 യൂണിറ്റിൻ്റെ വാല്യൂ എനിക്കറിയാം അല്ലേ. സീരീസിൽ എത്ര കളികളാണ് കളിച്ചത്? 10 കളികളാണ് കളിച്ചത്. അപ്പോൾ ഈ താഴത്ത് കിടക്കുന്ന 1 യൂണിറ്റിൻ്റെ വാല്യൂ 10 മാച്ചസ് എന്ന് എനിക്ക് ഓൾറെഡി അറിയാം, ആ സീരീസിൽ കളിച്ച കളികളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ ആ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എത്ര കളികൾ കളിച്ചോ അത് റെപ്രസെൻ്റ് ചെയ്യുന്നതും 1 യൂണിറ്റ് തന്നെയല്ലേ. അപ്പോൾ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപും എത്ര കളികൾ തന്നെയായിരിക്കും കളിച്ചിട്ടുണ്ടാവുക? 10 മാച്ചസ് തന്നെയായിരിക്കും കളിച്ചിട്ടുണ്ടാവുക. സീരീസിൽ മാത്രമായിട്ട് എഗെയിൻ ഒരു 10 മാച്ചസ് ആയിരിക്കും കളിച്ചിട്ടുണ്ടാവുക. സീരീസിൽ മാത്രമായിട്ട് എഗെയിൻ ഒരു 10 മാച്ച് കളിച്ചു. അപ്പോൾ ടോട്ടൽ മൊത്തം എത്ര കളികൾ കളിച്ചിട്ടുണ്ടാവും? അതിന് മുൻപ് 10, ആ ഒരു സീരീസിൽ 10, 10 20. 10 + 10 20 കളികളായിരിക്കും ടോട്ടൽ കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അത് തന്നെയായിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ടോട്ടൽ കളികൾ അല്ലേ, എത്ര, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ്. ആ സീരീസ് കഴിഞ്ഞ സമയത്ത് അതുവരെ കളിച്ച ടോട്ടൽ കളികളുടെ എണ്ണമാണ്. അപ്പോൾ ആൻസർ എത്ര വരിക? ഓപ്ഷൻ ബി 20 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അലിഗേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം, ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് നോക്കാം, ഉപയോഗിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. നമ്പർ സീരീസിലൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. 28, 18, 12,
8 ഡാഷ്. ആ 28, 18, 12, 8 എന്താ തന്നേക്കുന്നത്? ഒരു ഡാഷ്, ഒരു ഗ്യാപ്പാണ് തന്നേക്കണേ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കുക, അത് കുറഞ്ഞു വരുന്ന സീരീസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് വലിയ നമ്പറുകളുടെ വ്യത്യാസമൊന്നുമില്ല, ചെറിയ ചെറിയ നമ്പറുകളാണ്, അവരുടെ ഡിഫറൻസുകളൊന്നും ഞാൻ കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ 28 നിന്ന് 18 വന്നപ്പോൾ എത്ര കുറഞ്ഞു? 10 കുറഞ്ഞു അല്ലേ, -10, 10 കുറഞ്ഞു. അടുത്തതോ 18 നിന്നും 12 വരുമ്പോൾ 6 പുറകിലേക്ക് പോകണം, -6. ഇവിടെ എന്താ സംഭവം? 12 നിന്ന് 8 പോകാന്ന് പറയുമ്പോൾ 4 പുറകിലേക്ക് പോകണം അല്ലേ, -4. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് എന്തെങ്കിലും പാറ്റേൺ കാണുന്നുണ്ടോ നിങ്ങൾ? ഇല്ല അല്ലേ. 10, 6, 4 ഒരു അറേഞ്ച്മെന്റ് ഇല്ല. എനിക്ക് അങ്ങനെ ഈവൺ നമ്പർ എന്നോ പ്രൈം നമ്പർ എന്നോ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ഡിഫറൻസ് എടുക്കുന്നു. -10 -6 തമ്മിലുള്ള ഡിഫറൻസ് എന്താ? -10 ആണോ വലുത്, -6 ആണോ വലുത്? -6 ആണ് വലുത് അല്ലേ. അതിനുശേഷമല്ലേ -10. -10 എന്ന് പറയുമ്പോൾ ചെറുതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 4 കൂട്ടിപ്പോയിരിക്കല്ലേ ചെയ്യണേ അല്ലേ. -10 കൂടെ 4 കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? -6 എത്താൻ പറ്റും. അതേപോലെ -6 നിന്ന് -4 വരിക എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതാ വലുത്? -4 ആണ് വലിയ നമ്പർ എന്ന് പറയുന്നത് അല്ലേ. 0യുടെ തൊട്ട് അടുത്ത് കിടക്കുന്ന വാല്യൂസ് ആണ് വലുതെന്ന് പറയുന്നത്. താഴേക്ക് പോകുന്തോറും എന്താ -100 ആണോ -1 ആണോ വലുത്? -1 ആണ് വലുത് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്ത് മനസ്സിലായി? -6 നിന്ന് -4 എത്തുക എന്ന് പറയുമ്പോൾ അവിടെ 2 കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. -6 + 2 ആണല്ലോ -4 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ഒരു റൂൾ മനസ്സിലാവുന്നുണ്ട്. എന്താ? 4 ആണ്, അതിൻ്റെ പകുതി 2 ആണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഇവിടെ വരാൻ പോകുന്ന ഗ്യാപ്പിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് മേ ബി ഈ 2ൻ്റെയും പകുതി 1 ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ. 4ൻ്റെ പകുതി, 4നെ /2 ചെയ്യുമ്പോൾ അല്ലേ, പകുതി ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 2 എന്ന് കിട്ടും. 2നെ അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ +1 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഡിഫറൻസിന് എന്ത് വരണം? ഈ 8 എന്ന് പറയുന്ന നമ്പറും എൻ്റെ ബ്ലാങ്ക് സ്പേസും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് വരണം? -4 + 1. -4 + 1 എന്ന് പറയുമ്പോൾ എത്രയായി? -3 ആയിരിക്കും അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി? 8 - 3 എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. 8 - 3 ആൻസർ എത്രയാണെന്ന് വരും? 5. അപ്പോൾ എൻ്റെ ബ്ലാങ്ക് സ്പേസിൽ 5 ആയിരിക്കും എൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. നമ്മുടെ ഓപ്ഷൻ ഡി 5 ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ എനിക്ക് ഡിഫറൻസുകൾ കണ്ടുപിടിച്ചപ്പോൾ ഒറ്റ നോട്ടത്തിൽ നിന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഒന്നുകൂടി ഡിഫറൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി 4, 2 എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ പകുതി എടുത്തു പോകുന്ന ഒരു സീരീസ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ 4ഉം 2ഉം ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കണം? 2ൻ്റെ പകുതി 1 ആയിരിക്കണം. ഇവിടെ താഴത്തെ 1 വരിക എന്ന് പറഞ്ഞാൽ എന്താ? +1 അല്ലേ. അപ്പോൾ -4 കൂടെ ഞാൻ +1 ചെയ്യണം. -3 ആയിരിക്കും എന്ത്? ഈ 8ഉം തൊട്ടടുത്ത് എൻ്റെ ബ്ലാങ്ക് സ്പേസിൽ കിടക്കുന്ന നമ്പറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8നെ എനിക്ക് എന്ത് ചെയ്താൽ മതി? 8ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബ്ലാങ്ക് സ്പേസിലുള്ള എൻ്റെ കറക്റ്റ് ആൻസർ എനിക്ക് കിട്ടും. 5 ആയിരിക്കും ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്തെടുക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3ാമത്തെ ക്വസ്റ്റ്യൻ ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ക്വാണ്ട് ബേസ്ഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ചെയ്ത് നോക്കുക, ഓപ്ഷൻസ് ഏതെങ്കിലും ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇതെന്താ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ ടൈലർ ഉണ്ടല്ലോ, തുണിയൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരുന്ന നമ്മുടെ ടൈലർ. അപ്പോൾ ഒരു ടൈലർ എങ്ങനെയാണ് ഷർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുണികൾ മുറിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ അയാളുടെ നമ്മളിങ്ങനെ കടകളിൽ പോകുമ്പോൾ ഏത് കളർ ഡ്രസ്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊക്കെ നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ ഒത്തിരി റോൾ ചെയ്തിട്ട് ഇങ്ങനെ തുണി മെറ്റീരിയൽ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഓരോ റോളായിട്ട് ഇത്ര മീറ്റർ വേണമെന്ന് പറയുമ്പോൾ അവരത് മുറിച്ച് തരും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ, അതാണ് സംഭവം എന്ന് പറയുന്നത്. എന്താ ചെയ്യുന്നത്? ഒരു ഷർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫാബ്രിക് തുണി അയാളുടെ കയ്യിലുണ്ട്, റോളായിട്ടാണ് അയാളുടെ കയ്യിലുള്ളത്. ഇനി അയാൾ എന്താ പറയുന്നത്? ഒരു റോള്, ഒരു തുണിയുടെ ഒരു വലിയ റോളെന്ന് വിചാരിച്ചോ. ഒരു റോളിനെ ഒരു ഫുൾ റോള് ഫാബ്രിക്കിനെ അയാൾ എത്ര പീസാക്കി മുറിക്കും? ഒരേ നീളമുള്ള ഈക്വൽ ലെങ്ത് ഉള്ള 11 പീസാക്കി മുറിക്കും. 11 പീസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേപ്പർ മുറിക്കണത് ആലോചിച്ചാൽ മതി. പേപ്പറിനെ നിങ്ങളൊരു വലിയ നീളമുള്ള ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ കത്രി കൊണ്ട് സിസർ കൊണ്ട് നിങ്ങളിങ്ങനെ മുറിച്ച് പോകാമെന്ന് വിചാരിച്ചോ. അങ്ങനെ മുറിച്ച് അവസാനത്തെ പീസ് എത്തി. ഇനി എനിക്ക് ഒരു മുറി മാത്രമേ മുറിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ പീസ് എടുത്തിട്ട് ഒരു മുറി ലാസ്റ്റത്തെ ഒരു തവണ ഞാൻ കട്ട് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ 2 പീസ് കിട്ടില്ലേ അല്ലേ. ഞാൻ ഒരു കട്ട് ചെയ്യുള്ളൂ, ഒരു തവണ ഞാൻ കട്ട് ചെയ്യുള്ളൂ, പക്ഷെ എൻ്റെ കയ്യിൽ 2 പീസ് കിട്ടും. അപ്പോൾ 11 പീസ് അവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ എത്ര തവണ അയാൾ കട്ട് ചെയ്തിട്ടുണ്ടാവും? 10 തവണയെ കട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ അല്ലേ. അവസാനത്തെ കട്ട് ചെയ്യുന്ന സമയത്ത് 2 പീസ് എൻ്റെ
കയ്യിൽ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 11 പീസ് അവിടെ ടോട്ടൽ കിട്ടിയെങ്കിൽ അയാൾ എത്ര മുറിച്ചിട്ടുണ്ടാവും, എത്ര കട്ട് ചെയ്തിട്ടുണ്ടാവും? 10 തവണ മാത്രമേ കട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു റോളിൽ അയാൾ എത്ര തവണ കട്ട് ചെയ്യുന്നുണ്ട്? 10 തവണ മുറിക്കുന്നുണ്ട്, 11 പീസുകൾ കിട്ടുന്നുണ്ട്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? അടുത്തതെന്ന് പറയുന്നത് അയാളുടെ എഫിഷ്യൻസി അല്ലെ. അയാൾ എന്താ പറയുന്നത്? അയാൾ 1 മിനിറ്റ് കൊണ്ട് 50 കട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റും. 1 മിനിറ്റ് സമയം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എത്ര തവണ മുറിക്കും? 50 തവണ അയാൾ മുറിക്കും. 50 കട്ട് 50 തവണ മുറിക്കും. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി റോൾസ് ഓഫ് ഫാബ്രിക് വുഡ് ഹി ബി ഏബിൾ ടു കട്ട് ഇൻ 25 മിനിറ്റ്സ്. അതായത് 25 മിനിറ്റ്, ഞാൻ 1 മിനിറ്റിൽ അയാൾ 50 കട്ട് ചെയ്യുന്നു പറഞ്ഞു. 25 മിനിറ്റ് ഞാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എത്ര റോള്, എത്ര കട്ടെന്നല്ല ചോദിച്ചത്, എത്ര റോള് തുണി അയാൾക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ചെയ്യാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്? നോക്കിക്കോ, 25 മിനിറ്റ് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 മിനിറ്റിൽ 50 കട്ടാണെങ്കിൽ 25 മിനിറ്റിൽ അയാൾ എത്ര കട്ട് ചെയ്യും? 1 മിനിറ്റിൽ 50 ആണെങ്കിൽ 25 മിനിറ്റിൽ 25 × 50. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും അവസാനം. അപ്പോൾ 25 മിനിറ്റിൽ 25 × 50 കട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റും. ഇനി എത്ര റോള് വേണമെന്നാണ് പറഞ്ഞത്? ഒരു റോള് മൊത്തം അയാൾ 10 കട്ടാണ് ചെയ്യുന്നത് അല്ലേ. ഒരു റോളിന് മൊത്തം അയാൾ 10 കട്ടാക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര റോള്, നമ്പർ ഓഫ് റോൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കട്ട് ഡിവൈഡഡ് ബൈ ഒരു റോളിൽ അയാൾ എത്ര കട്ട് ചെയ്യുന്നു, ഒരു റോളിലെ കട്ട്, അത്ര രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ എത്ര അയാൾ മുറിക്കുന്നുണ്ട് 25 മിനിറ്റ് കൊണ്ട്? 25 × 50 ഡിവൈഡഡ് ബൈ ഒരു റോളിൽ അയാൾ എത്ര കട്ട് ചെയ്യുന്നുണ്ട്? 10 കട്ട് അല്ലേ, 10. അപ്പോൾ ഈ 0യും 0യും ക്യാൻസലായി. 25 × 5 എന്ന് പറയുമ്പോൾ 125 റോള്. 125 റോളായിരിക്കും ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതോ ഓപ്ഷൻ? നമ്മുടെ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. എ കിട്ടിയവരുടെ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര അയാൾ മുറിക്കുന്നു? 25 മിനിറ്റ് കൊണ്ട് ടോട്ടൽ എത്ര കട്ട് ചെയ്യുന്നു ഡിവൈഡഡ് ബൈ ഒരു റോളിനെ അയാൾ എത്ര കട്ട് ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ എത്ര റോൾ അയാൾ ഉപയോഗിച്ചു എന്നുള്ളത് കിട്ടും. 125 റോൾസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ വരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് പെട്ടെന്ന് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള സിലബസിനെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ടീച്ചേഴ്സ് എടുത്തു കൊടുക്കുന്ന, ഫാക്കൽറ്റീസ് എടുത്തു കൊടുക്കുന്ന ക്ലാസ്സുകളാണ്. അത് ഒരു 70 to 80% കംപ്ലീറ്റ് ആവും തോറും നമ്മൾ എന്ത് ചെയ്യുന്നു? കുട്ടികളെ ബേസിക് സർക്കിളുകളിലേക്ക് ഗ്രൂപ്പുകളാക്കി തരംതിരിച്ച് മെറ്റീരിയൽസ് കൊടുക്കുന്നു. മെൻറ്റർ ഉണ്ടാവും, മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. ക്വസ്റ്റ്യൻസും സൊല്യൂഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന നമ്മുടെ നെക്സ്റ്റ് മെത്തേഡാണ് നമ്മുടെ എക്സ്ട്രീം സർക്കിളുകൾ എന്ന് പറയുന്നത്. അവിടെയും മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, മെറ്റീരിയൽസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷമാണ് അപ്കമിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സൂപ്പർ ബാച്ചുകൾ, SSC, CGL, MTS, ബാങ്കുകളുടെ എക്സാംസ്, ഇതിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവിടെ സൂപ്പർ ബാച്ചുകൾ നടക്കുന്നുണ്ട്, ഫോക്കസ് ബാച്ചുകൾ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ 5ാമത്തെ ലെവൽ എന്ന് പറയുന്നത് മോക്ക് എക്സാംസ് എങ്ങനെ എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യണം എന്നതിനെ പറ്റി നമ്മൾ എടുത്തു കൊടുക്കുന്ന നെക്സ്റ്റ് ലെവലാണ് റിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒത്തിരി ഡിഫറെൻറ്റ് ലെവലുള്ള മോക്ക് സെക്ഷൻസ് നമ്മൾ അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവരതുകൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നു. അടുത്തത് 6ാമത്തെ ലെവൽ എന്ന് പറയുന്നത് പ്രിലിംസും മെയിൻസും ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു 3rd ലെവൽ കൂടി ഉണ്ടാവും. ബാങ്ക് എക്സാംസിനൊക്കെ മോസ്റ്റ്ലി ഇത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുക്കുന്ന പരിശീലനമാണ് നമ്മുടെ 6th ലെവൽ മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വരാന്ത റേസിൽ ജോയിൻ ചെയ്ത് ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലൂടെ നിങ്ങൾക്കും ഒരു ജോലി കരസ്ഥമാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 2 നമ്പറുകളിലും കോൺടാക്ട് ചെയ്യാം. ഓഫ്ലൈൻ ബാച്ചുകളാണെങ്കിൽ ഈ നമ്പറും, ഓൺലൈൻ ബാച്ചുകളാണെങ്കിൽ ഈ നമ്പറിലേക്കും കോൺടാക്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ അത്? വേർഡ്സ് അല്ലേ, വൊക്കാബ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരും, GK ബേസ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ വൊക്കാബ്സ്, ആൻറ്റോണിംസ്, സിനോണിംസ്, അങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു റീസണിങ്ങിൽ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് മൊത്തം നമ്മുടെ മെൻ്റൽ എബിലിറ്റി ആണല്ലോ അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും വെർബൽ ആയിട്ടുള്ളത്, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ളത്, ഇമാജിനേഷൻ ഉള്ളത്, അങ്ങനത്തെ എല്ലാ ലെവലും അവരവിടെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ പറയുന്നത്? സെലക്ട് ദ വേർഡ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്, ഓഡ് വൺ ഔട്ട് അല്ലേ. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ഒരേപോലെ ഇരിക്കുന്നത്? ഒരെണ്ണം മാത്രം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അർത്ഥങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഡിവോഷൻ എന്ന് പറയുമ്പോൾ വാക്കിൻ്റെ അർത്ഥം എന്താ? ഡിവോട്ടഡ്. ഡിവോഷൻ എന്നൊക്കെ പറയുമ്പോൾ ലോയാലിറ്റി അല്ലേ, ലോയാലിറ്റി ഡിവോട്ടഡ് ആണ്, അത്രയും ഡെഡിക്കേറ്റഡ് ആണ് എന്നുള്ളൊരു അർത്ഥമാണ് ഡിവോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ ഫീൽ ചെയ്യുന്ന ഒരു ഇമോഷൻ എന്ന് വേണമെങ്കിൽ എനിക്ക് അതിനെ പറയാൻ പറ്റും ഡിവോഷൻ എന്ന് പറയുമ്പോൾ അല്ലേ. അടുത്തത് സീൽ എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര എനർജറ്റിക് ആയിട്ട് എന്തൂസിയാസം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പെർട്ടിക്കുലർലി എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി, അല്ലെങ്കിൽ ജനറലി ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണെയാണ് നമ്മൾ സീൽ, അല്ലെങ്കിൽ ആ ഒരു ഇമോഷനെയാണ് നമ്മൾ സീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിവോഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ലോയാലിറ്റി എന്ന് പറയാം. ഒത്തിരി സിനോണിംസ് ഉണ്ട്. സീൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്തൂസിയാസം എന്ന് പറയാം.
എനർജറ്റിക് എന്നൊക്കെ പറയാം. വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിഷണറി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഫ്യൂച്ചറിൽ നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ കയറി ചെല്ലുമ്പോൾ വിഷൻ ആൻഡ് മിഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അവർ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അവരെന്താവാൻ ആഗ്രഹിക്കുന്നു അതിനെ പറ്റിയൊക്കെ ഒരു കറക്റ്റ് പ്ലാൻ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനെ പറ്റിയൊക്കെ ആലോചിച്ച് വെക്കുക. അതിനെയാണ് ഈ വിഷൻ എന്ന് പറയുന്നത്. ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ അതിനെ ജനറലൈസ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി പറയാൻ പറ്റും. അടുത്തത് ഫറി എന്ന് പറഞ്ഞാൽ എന്താ? ഫറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആംഗ്രി, ദേഷ്യമുള്ള, വെറുപ്പുള്ള, വഴക്കുണ്ടാക്കാൻ നിൽക്കുന്ന, റെഡി ആയിട്ട് നിൽക്കുന്ന ആ ഒരു അർത്ഥമാണ് ഫറി എന്ന് പറയുന്നത്. വേണമെങ്കിൽ ആംഗ്രി എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 4 അർത്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ലോയാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യത്തോടോ ഒരാളോടോ അല്ലെങ്കിൽ എന്തിനോട് നമുക്ക് തോന്നുന്ന നമ്മുടെ മനസ്സിലും ഒരു മനുഷ്യൻ്റെ ഇമോഷനാണ്, വികാരമാണ് ഡിവോഷൻ എന്ന് പറയുന്നത്. സീൽ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആ ഒരു വികാരം അല്ല ഒരു ഇമോഷനാണ്. വിഷൻ ഈ കൂട്ടത്തിൽ 4 കൂട്ടത്തിൽ നമ്മുടെ വിഷൻ ഒഴികെ ബാക്കി 3 എണ്ണവും എന്താണ്? മനുഷ്യന് തോന്നുന്ന ഫീലിങ്സ് ആണ് അല്ലെങ്കിൽ ഇമോഷൻസ് ആണ്. വിഷൻ മാത്രം എനിക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, മനുഷ്യന് തോന്നുന്ന ഒരു ഫീലിംഗ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 കൂട്ടത്തിൽ ഓഡ് 1 ഔട്ട്, ഒറ്റപ്പെട്ടത് ഏതാണ്? നമ്മുടെ സി ഓപ്ഷനാണ് വിഷൻ. ബാക്കി ഡിവോഷൻ ആണെങ്കിലും സീൽ ആണെങ്കിലും ഫെറി ആണെങ്കിലും ഒക്കെ എന്താ? ആംഗ്രി, ഡിവോഷൻ, എന്തൂസിയാസം, ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത് എന്താ? മനുഷ്യന് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. വിഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടാവുക, ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങളെ പറ്റി ആലോചിച്ച് മുൻകൂട്ടി ധരിച്ചു വയ്ക്കുക. അതാണ് വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാ നമ്മുടെ ഓഡ് 1 കൂട്ടത്തിൽ ചേരാതെ നിൽക്കുന്നത്? ഓപ്ഷൻ സി ആണ്. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. സാധാരണ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 2 എക്സാമ്പിൾസ് തന്നിട്ട് പാറ്റേൺസ് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 എണ്ണം തരും അല്ലേ? എന്നിട്ട് നമ്മളൊരു പാറ്റേൺ കണ്ടുപിടിച്ചാൽ അത് മറ്റേതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഏതാണ് അതേ റൂൾ ഫോളോ ചെയ്ത് വരുന്ന ഓപ്ഷൻ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, വീഡിയോ പോസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും വരുന്നുണ്ടാവുക? 18, 24, 144. 24ൻ്റെയും മൾട്ടിപ്പിൾ ആണ് 144, 18ൻ്റെയും മൾട്ടിപ്പിൾ ആണ് 144. അതാണ് എനിക്ക് ആദ്യം മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ 18 അല്ലേ, 1ാമത്തെ 2ാമത്തെ നമ്പർ, 3ാമത്തെ നമ്പറാണ് വലിയ നമ്പർ. അപ്പോൾ ഒബ്വിയസ്ലി അവിടെ എന്തുണ്ടാവും? മൾട്ടിപ്ലിക്കേഷൻ ഇൻവോൾവ് ആയിരിക്കണം. പോരാണ്ട് ഫാക്ടറുകളാണ് 18ഉം 24 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 18 × 24 ഡിവൈഡഡ് ബൈ 3 കൊണ്ട് ഞാൻ പല രീതിയിൽ 144 കിട്ടും, ഇല്ലെന്നല്ല. വേണമെങ്കിൽ അവരുടെ ഡിഫറൻസ് എടുത്തിട്ട് 24 കൊണ്ട് അല്ലേ, 18ഉം 24 6ആണ്, 6 × 24 ചെയ്താൽ എനിക്ക് 144 കിട്ടും. അപ്പോൾ ഇവിടെ 18 ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഒത്തിരി അധികം റൂളുകൾ കിട്ടും അല്ലേ? പല രീതിയിൽ നമുക്ക് ആ പേരുകളെ ഇത് ഈ റൂൾ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന മറ്റ് എക്സാമ്പിളുകളിലും അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് എനിക്ക് അത് തന്നെയാണ് ഇവിടുത്തെ റൂൾ എന്ന് ഉറപ്പിക്കാൻ പറ്റണം. ഇപ്പോൾ ഇവിടെ വേറെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേറെ ഓപ്ഷൻ തന്നിട്ടില്ല. പകരം എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? നിങ്ങൾ എന്ത് റൂളാണോ കണ്ടുപിടിക്കണത് അതേ റൂൾ ഫോളോ ചെയ്യുന്ന മറ്റൊരു ഓപ്ഷൻ കൂടി ഇവിടെ കിടക്കുന്നുണ്ടാവും. അത് ഉറപ്പ് വരുത്താൻ പറ്റിയാൽ അതും മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ചെയ്തത് ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ 3 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടണേന്ന് നോക്കാം. 3ഉം 18ഉം 6 അല്ലേ, 6 × 24 എന്തെന്ന് എനിക്ക് കിട്ടും? 144 എന്ന് കിട്ടും. ഈ 144 ആണല്ലോ എൻ്റെ തേർഡ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ, തേർഡ് നമ്പർ. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു എൻ്റെ തേർഡ് നമ്പർ അല്ലേ. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു തേർഡ് നമ്പർ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. 26, 15, 130. ഈ പറഞ്ഞ അതേ റൂൾ ഒന്ന് ഇട്ട് നോക്കാം. 26 ആണ് ആദ്യത്തെ നമ്പർ, സെക്കൻഡ് നമ്പർ എന്താ? 15 ആണ്. ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 130 കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പം 3, 15 എത്ര തവണ പോവും? 5 തവണ പോവും. 6 × 5 30, 13 അല്ലേ, 130. അതാണല്ലോ എൻ്റെ തേർഡ് നമ്പർ അവർ പെയറായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഫോം ചെയ്ത ആ ഒരു ജനറൽ റൂള് എൻ്റെ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ആൻസർ കറക്റ്റായിട്ട് എനിക്ക് ആ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ 3 ചെയ്തപ്പോൾ തേർഡ് നമ്പർ കിട്ടി. 130 എന്ന് പറയുന്ന ആൻസർ കിട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കി 3 ഓപ്ഷൻസിലും ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കി 3 ഓപ്ഷൻസ് എന്ത് ചെയ്യില്ല? ആ റൂൾ ഫോളോ ചെയ്ത് പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വേറെ എക്സാമ്പിൾ ക്രോസ് ചെയ്യാൻ തരാത്തത് കൊണ്ടും അവരെന്ത് ചെയ്തിരിക്കുക? ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നമ്മുടെ കറക്റ്റ് ആൻസർ ഇട്ടേക്കണേ. അപ്പോൾ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ 26, 15, 130 ആയിരിക്കും. റൂൾ എഴുതിയെടുക്കുക. റൂളാണ് ഇമ്പോർട്ടൻറ്റ്. 1-2 എക്സാമ്പിൾസ് എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ. 50, 65 അവർ രണ്ടുപേരും ഒരു പെയറാണ്. നെക്സ്റ്റ് പെയറാണ് 122. പക്ഷെ 122ൻ്റെ കൂടെ ഉള്ളത് ആരാന്ന് അറിയില്ല. ബ്ലാങ്ക് സ്പേസ് അടക്കണേ. ഓക്കെ, നോക്കുക. 50, 65 അല്ലേ, 50, 65 എന്താ? രണ്ടും
5ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് എനിക്ക് തോന്നി. പക്ഷേ 122 എന്തായാലും 5ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 50, 65 നോക്കുമ്പോൾ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻ കൂടെ അവിടെ കിടക്കുന്നുണ്ട്. 50 എന്ന് പറയുന്നത് എന്താ? എൻ്റെ 7ന്റെ സ്ക്വയറിനോട് കൂടെ ഒന്ന് കൂട്ടിയതല്ലേ അല്ലേ? 7ന്റെ സ്ക്വയർ 49 ആണ്. 49 + 1 ആണ് 50 എന്ന് പറയുന്നത്. അതേപോലെ 65 എന്ന് പറയുന്നത് എന്താ? ആ 7നോട് തൊട്ടടുത്ത് കിടക്കുന്ന എണ്ണൽ സംഖ്യയായ 8. 8ന്റെ സ്ക്വയർ 64, അതിനോട് കൂടെ ഒന്ന് കൂട്ടിയപ്പോഴാണ് അവർക്ക് 65. അപ്പോൾ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് എണ്ണൽ സംഖ്യകളുടെ രണ്ട് നമ്പേഴ്സിൻ്റെ എന്ത് ചെയ്തിരിക്കുക? സ്ക്വയർ ചെയ്തിട്ട് അതിനോട് കൂടെ ഒന്ന് കൂട്ടിയിട്ടാണ് അവർ പെയറുകൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ 122 എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 122 ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നതാ അല്ലേ? 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ അതിനേക്കാളും നമ്പേഴ്സിൻ്റെ നമ്മൾ സ്ക്വയറുകൾ കാണാതെ പഠിക്കുന്നതാണ്. അപ്പോൾ 122 എന്ന് പറയുമ്പോൾ എന്താ? 11ന്റെ സ്ക്വയറിനോട് കൂടെ ഒന്ന് കൂട്ടുമ്പോഴാണ് നമുക്ക് 122 കിട്ടുന്നത് അല്ലേ? 121 + 1 122. അങ്ങനെയാണെങ്കിൽ അടുത്ത പെയർ എന്തായിരിക്കണം? 11നോട് തൊട്ടടുത്ത് എടുക്കുന്ന നെക്സ്റ്റ് നമ്പർ ഏതാ? 12 അല്ലേ? അപ്പോൾ 12ന്റെ സ്ക്വയർ + 1 ആയിരിക്കും നമ്മുടെ 122ന്റെ പെയർ. എത്രയായിരിക്കും? 112ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 144. 144 + 1 എന്ന് പറയുമ്പോൾ 145. 145 എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ, 145. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ റൂൾ എന്ന് പറയുന്നത്. റൂൾ എഴുതിയെടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ. 239 വലിയ വലിയ നമ്പറുകളല്ലേ? 239, 127, 212, 96, 64, 132. ജനറൽ റൂൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതേപോലെ ഫോളോ ചെയ്ത് വരുന്ന വേറൊരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക, എന്നിട്ട് എക്സ്പ്ലനേഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് പെയർ ഞാൻ നോക്കുമ്പോൾ 239, 127, 212. നടുക്കെടുക്കുന്ന നമ്പർ ചെറിയ നമ്പറാ. ഫസ്റ്റ് എടുക്കുന്ന നമ്പറാണ് വലുത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും രണ്ടാമത്തെ മൂന്നാമത്തെ നമ്പറുകൾ എന്തോ ചെയ്തിട്ടാണ് ഫസ്റ്റ് കിട്ടണതെന്ന് പറയാം. പക്ഷേ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ, നെക്സ്റ്റിൽ അത് ഫോളോ ചെയ്യുന്നില്ല അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ തേർഡ് നമ്പറാണ് വലിയ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ കറക്റ്റ് പറയാൻ പറ്റുന്നില്ല എന്താ അവിടെ ചെയ്തേക്കണേന്നുള്ളത്. അപ്പോൾ ഞാൻ ഡിഫറൻസുകൾ കണ്ടുപിടിച്ച് നോക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സം എടുത്ത് നോക്കാം നമുക്ക് അല്ലേ? അപ്പോൾ ഫസ്റ്റ് നോക്കുന്ന സമയത്ത് ഈ നമ്പറാണ് വലിയ നമ്പർ എന്ന് പറയുന്നത്. ഈ നമ്പറാണ് ഫസ്റ്റ് കിടക്കുന്ന നമ്പർ അല്ലേ വലിയ നമ്പർ എന്ന് പറയുന്നത്? 239 അല്ലേ വലിയ നമ്പർ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 127, 212 ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ സെക്കൻഡ് നമ്പറിനെയും തേർഡ് നമ്പറിനെയും ഒന്ന് ഞാൻ കൂട്ടി നോക്കുക. സെക്കൻഡ് നമ്പർ പ്ലസ് തേർഡ് നമ്പർ എന്ത് കിട്ടും? 127 + 212 എന്തെന്ന് കിട്ടും? 339 എന്ന് കിട്ടും. 339. ഈ 339ഉം 239 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. 100 പുറകിലേക്ക് പോയാൽ മതി അല്ലേ? അപ്പോൾ സെക്കൻഡ് നമ്പർ പ്ലസ് തേർഡ് നമ്പർ രണ്ടും കൂടി കൂട്ടിയിട്ട് ഞാൻ അതിൽ നിന്നും ഒരു 100 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എവിടേക്ക് എത്താം? എൻ്റെ ഫസ്റ്റ് നമ്പറിലേക്ക് എനിക്ക് എത്താം. ഇതൊരു അസംഷൻ മാത്രമാണ്. എനിക്ക് ഇവിടെ ഫസ്റ്റത്തെ പേരിൽ കിട്ടി, സെക്കൻഡ് പേരിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കി നോക്കാം. 64 സെക്കൻഡ് നമ്പർ എന്ന് പറയുമ്പോൾ 64, തേർഡ് നമ്പർ എന്ന് പറയുമ്പോൾ 132. രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് എനിക്ക് എത്രയെന്ന് കിട്ടും? 196 എന്ന് എനിക്ക് കിട്ടും. 196 അല്ല. അപ്പോൾ ആ 196ൽ നിന്നും എനിക്ക് 100 കുറച്ച് കഴിഞ്ഞാൽ എവിടേക്ക് എത്താൻ പറ്റും? എൻ്റെ 96ലേക്ക് എനിക്ക് എത്താൻ പറ്റും. ഫസ്റ്റ് നമ്പർ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ റൂൾ ഇവിടെ ഇതാണ്. സെക്കൻഡ് നമ്പർ പ്ലസ് തേർഡ് നമ്പർ -100. 100 ഞാൻ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ 100 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ ഫസ്റ്റ് നമ്പർ എനിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കറക്റ്റ്? യൂണിറ്റ് ഡിജിറ്റ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലേ? ഇവിടെ നോക്കിക്കേ, 2 0 -100 മൈനസ് ചെയ്താൽ ഇവിടെ തന്നെ വരും. കൂട്ടി നോക്കുമ്പോൾ എത്രയാന്ന് വരും? 7. 72 വരേണ്ടത്. കറക്റ്റ് അല്ല അല്ലേ? തെറ്റാണിത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്തെന്ന് വരും? ഇവിടെ കൂട്ടുമ്പോൾ തന്നെ 7 വരുന്നത് യൂണിറ്റ് ഡിജിറ്റ്. അതിൽ നിന്ന് 100 മൈനസ് ചെയ്യുമ്പോഴും 7 തന്നെയല്ലേ വരേണ്ടത്? അപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്നില്ല, തെറ്റ്. നെക്സ്റ്റ് പേർ നമുക്ക് നോക്കാം. 178ഉം 89ഉം കൂടി കൂട്ടുമ്പോൾ എത്രയാന്ന് വരും? 267 അല്ലേ? ഇവിടെ കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, 89 + 178 എത്രയാന്ന് വരും? 267 അല്ലേ? 89 + 178 267 എന്ന് വരും. 267ൽ നിന്നും എനിക്ക് എന്ത് മൈനസ് ചെയ്യണം? 100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫസ്റ്റ് നമ്പർ ആയിട്ടുള്ള 167 കിട്ടും. 167. അപ്പോൾ ഞാൻ പറഞ്ഞ റൂള് ആകെ ഏത് ഓപ്ഷൻ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ? എൻ്റെ മൂന്നാമത്തെ ഓപ്ഷൻ 167, 89, 178 മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. ആൻസർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ താഴത്തേക്ക് പോകേണ്ട കാര്യമില്ല, വേണമെങ്കിൽ ചെയ്തു നോക്കാം. അത് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ, സി ഓപ്ഷൻ ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്.
റൂൾ ഇതാണ്, സെക്കൻഡ് നമ്പർ പ്ലസ് തേർഡ് നമ്പർ മൈനസ് 100 വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. എഴുതിയെടുക്കാം. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക. നമ്മുടെ ആൻസർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. അപ്പം 3 51, 3ന്റെ പേരായിട്ട് തന്നിരിക്കുന്നത് 51 ആണ്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. എന്താ വരുന്നത്? വലിയൊരു നമ്പറാണ് തന്നേക്കണം അല്ലേ. 3 51 എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. 3ന്റെ ക്യൂബ് എത്രയാ? 3ന്റെ ക്യൂബ് 27 ആണ് അല്ലേ. 27 എഴുതി. 27 ആണോ? അല്ല, 51 ആണ് നിൽക്കുന്നത്. 27നോടുകൂടി എനിക്ക് 24 കൂട്ടിക്കഴിഞ്ഞാൽ 51 എത്താം. പക്ഷെ 24 എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നമുക്ക് 3ന്റെ ക്യൂബ് 27 ആണ്. 3ന്റെ ക്യൂബിൽ നിന്നും 3 മൈനസ് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 24 കിട്ടും അല്ലെ. 27 മൈനസ് 3 24 കിട്ടും. ഇവരെ രണ്ടുപേരും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 51 കിട്ടും അല്ലെ. 27 പ്ലസ് 24 എത്രയാ? 27 പ്ലസ് 24 51 ആണ്. അതായത് എന്താ ചെയ്തത്? ഞാൻ 3ന്റെ ക്യൂബ് എടുത്തു പ്ലസ് 3ന്റെ ക്യൂബിനോട് 3 ഞാൻ കുറച്ചു. 3 ക്യൂബ് പ്ലസ് 3 ക്യൂബ് മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു നമ്മുടെ ആൻസർ 51. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7 ആണ് നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 7നെ ഇതേപോലെ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? 7ന്റെ ക്യൂബ് പ്ലസ് 7ന്റെ ക്യൂബ് മൈനസ് 7 അല്ലേ. എത്ര എന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 7ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 343. 343ൽ നിന്നും 7 കുറയ്ക്കാന്ന് പറയുമ്പോൾ എത്ര വരിക? 336. 336 എന്ന് എനിക്ക് ആൻസർ കിട്ടും. അപ്പോൾ അങ്ങനെയാണെന്ന് അല്ല, 336 എന്നുള്ളത് ആൻസർ കിട്ടി. ഇനി രണ്ടിനും നമ്മൾ എനിക്ക് എന്ത് ചെയ്യണം? കൂട്ടണം. കൂട്ടുമ്പോൾ എത്രയാണെന്ന് വരും? 9 7 6 679. 679 ആയിരിക്കും നമ്മുടെ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി 679. അപ്പോൾ എന്താ ചെയ്തത്? 3 51 തന്നപ്പോൾ ഞാൻ 3 വലിയൊരു നമ്പറാണ്. 3ന്റെ ക്യൂബ് എടുത്ത് 27 പ്ലസ് 24 51 ആണെന്ന് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 3ന്റെ ക്യൂബിൽ നിന്ന് 3 അതേ നമ്പർ തന്നെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് 24 കിട്ടും. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് റൂൾ ഇങ്ങനെയും റൂൾ വരാലോ. ആരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ റൂൾ വരാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 ക്യൂബ് പ്ലസ് 3 ക്യൂബ് മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു എൻ്റെ ആൻസർ അല്ലേ, സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പറിന്റെ ക്യൂബ് പ്ലസ് ഫസ്റ്റ് നമ്പറിന്റെ ക്യൂബ് മൈനസ് അതേ നമ്പർ ഫസ്റ്റ് നമ്പർ വിച്ച് ഇസ് ഈക്വൽ ടു സെക്കൻഡ് നമ്പർ. അങ്ങനെയാണെങ്കിൽ 7 അതുപോലെ എങ്ങനെ എഴുതും? 7ന്റെ ക്യൂബ് പ്ലസ് 7ന്റെ ക്യൂബ് മൈനസ് 7 വിച്ച് ഇസ് ഈക്വൽ ടു നമ്മുടെ സെക്കൻഡ് നമ്പർ. പേരെന്താ വരിക? 679 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും കറക്റ്റ് ആയിട്ട് ഇട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. നമുക്ക് എല്ലാവരും എഴുതിയെടുക്കുക ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഏജസ് ആൻഡ് പാർട്ട്ണർഷിപ്പ് അല്ലേ. അപ്പോൾ ഏജസിൽ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്വാണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക. ആൻസർ ഞാൻ പറയാം. നമുക്ക് വായിച്ചു വെക്കാം. സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട്. 3 പേര് തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. എ എന്ന് പറയുന്നത് എ ഈസ് 25 ഇയേഴ്സ് യങ്ങർ ദാൻ ബി. ബിയുടെ വയസ്സ് എത്രയാണോ ബിയേക്കാൾ 25 വയസ്സ് താഴെയാണ്, ചെറുതാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിലും ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദി കറണ്ട് ഏജ് ഓഫ് എ. എയുടെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? എയുടെ വയസ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തായാലും ബിയുടെ വയസ്സ് എനിക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടി വരും. കാരണം എന്താ? ബിയെ റിലേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് എയുടെ വയസ്സ് പറഞ്ഞു തന്നിരിക്കണേ അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് ബിയുടെ വയസ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇനി ഇപ്പോഴത്തെ ടാസ്ക്. അപ്പോൾ എന്താ ചോദിക്കുന്നത്? ദ ഏജ് ഓഫ് ബി വുഡ് ബി ഡബിൾ ദ ഏജ് ഓഫ് സി ആഫ്റ്റർ 15 ഇയേഴ്സ്. 15 വർഷം കഴിയുന്ന സമയത്ത് എന്താവും? ബിയുടെ വയസ്സെന്ന് പറയുന്നത് സിയുടെ വയസ്സിനേക്കാൾ 2 ഇരട്ടിയാവും. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് ദ കറണ്ട് ഏജ് ഓഫ് ബി ഈസ് 3 ടൈംസ് ദ കറണ്ട് ഏജ് ഓഫ് സി. ഇപ്പോഴത്തെ നിലവിലെ ബിയുടെയും സിയുടെയും വയസ്സുകൾ എനിക്കറിയാം, റേഷ്യോകൾ എനിക്കറിയാം അല്ലേ. ബിയുടെ വയസ്സെന്ന് പറയുന്നത് എന്താ? 3 ടൈംസ് ദ കറണ്ട് ഏജ് ഓഫ് സി. സിയുടെ വയസ്സ് സപ്പോസ് ഞാൻ 1 യൂണിറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ ആ 1 യൂണിറ്റിന്റെ 3 ഇരട്ടിയായിരിക്കും ആരുടെ വയസ്സ്? ബിയുടെ കറണ്ട് വയസ്സെന്ന് പറയുന്നത് അല്ലേ. നിലവിലെ വയസ്സുകളുടെ റേഷ്യോസ് ഞാൻ ആദ്യം എഴുതി വെച്ചു. അപ്പോൾ എനിക്ക് 3 യൂണിറ്റ് 1 യൂണിറ്റ് എന്ന് എടുക്കാം. നിങ്ങൾക്ക് കാൽക്കുലേഷൻ യൂണിറ്റുകൾ അങ്ങനെ ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണമെങ്കിൽ എക്സ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 3x 1x അല്ലേ. 3x 1x. സിയുടെ വയസ്സ് എക്സ് ആണെന്നുണ്ടെങ്കിൽ എക്സ് ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ബിയുടെ വയസ്സ് എത്രയാണ്? 3 ഇരട്ടി അല്ലേ. അപ്പോൾ 3x ആയിരിക്കും വർഷം. ഇത് എനിക്ക് അറിയുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ബിയുടെ വയസ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട് എന്താ? 15 വർഷം കഴിയുമ്പോൾ ഏജ് ഓഫ് ബി വുഡ് ബി ഡബിൾ ദി ഏജ് ഓഫ് സി അല്ലേ. അപ്പോൾ ബിയുടെ 15 വർഷം കഴിയുമ്പോൾ ഇനി 15 വർഷം ഇതിപ്പോൾ നിലവിലല്ലേ 3x ഉം 15 വർഷം കഴിയുന്ന സമയത്ത് ബിയുടെ വയസ്സ് എത്രയാവും? 3x പ്ലസ് 15 വർഷം 15 വയസ്സ് കൂടുകയല്ലേ ചെയ്യുന്നത്. സിയുടെ വയസ്സ് അതേപോലെ എത്രയാവും? എക്സ് ആണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് 15 ആവും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇവർ തമ്മിലുള്ള റിലേഷൻ എനിക്കറിയാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏജ് ഓഫ് ബി വുഡ് ബി 3x പ്ലസ് 15. ബിയുടെ വയസ്സ് എന്ന് പറയുന്നത് സിയുടെ വയസ്സിന്റെ എത്ര ഇരട്ടിയാവും? 2 ഇരട്ടി എന്നല്ല പറഞ്ഞേ, ഡബിൾ ആവും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിയുടെ വയസ്സിന്റെ
2 ഇരട്ടി ആവും എന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. 2 × x + 15 സോൾവ് ചെയ്താൽ മതി. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എത്ര വരും? ദേ which is equal to 2x + 30 അല്ലേ? ഈ 2x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ x which is equal to ഈ 15 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 30 - 15 15. അപ്പോൾ എക്സിന്റെ വാല്യൂ എനിക്ക് 15 എന്ന് കിട്ടി അല്ലെ? എക്സിന്റെ വാല്യൂ 15 അല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എനിക്ക് 15 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ 15 ആണെന്നുണ്ടെങ്കിൽ ബിയുടെ വയസ്സ് എത്രയായിരിക്കും? 3x ആണ് ബിയുടെ വയസ്സ്. അപ്പൊ 3 × 15 45 ആയിരിക്കും ബിയുടെ നിലവിലെ വയസ്സ്. കറണ്ട് ഏജ് അല്ലേ 3x എന്ന് പറയുന്നത്. അപ്പോൾ എത്രയായിരിക്കും? 45 വയസ്സെന്ന് എനിക്ക് കിട്ടി. അപ്പോൾ ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എയുടെ വയസ്സ് കണ്ടുപിടിച്ചൂടെ? എയും ബിയും തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് എത്രയാ? 25 വയസ്സ്. 25 വയസ്സ് ചെറുതാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. അപ്പോൾ ബിയുടെ നിലവിലെ വയസ്സ് 45 ആണെന്നുണ്ടെങ്കിൽ 45-ൽ നിന്നും എനിക്ക് എന്ത് ചെയ്താൽ മതി? എയുടെ വയസ്സ് കണ്ടുപിടിക്കാൻ 25 കുറച്ചാൽ മതി അല്ലേ? ബിയുടെ വയസ്സ് 45 ആണെങ്കിൽ 25 വയസ്സ് ചെറുതെന്ന് പറയുമ്പോൾ -25 which is equal to 20. 20 വയസ്സായിരിക്കും നമ്മുടെ എയുടെ വയസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഓപ്ഷൻ അത് ശരി? 20 ഇയേഴ്സ്. ഓപ്ഷൻ ഡി ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ റേഷ്യോ എടുക്കാം. നിങ്ങൾ പഠിച്ച വേറെ മെത്തേഡുകൾ ഉണ്ടെങ്കിൽ വേറെ മെത്തേഡുകൾ എടുക്കാം. നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. ആ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ എയുടെ വയസ്സ് 20 വയസ്സെന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കണം ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ഇടയ്ക്ക് കയറി ചോദിക്കും. അപ്പോൾ ക്വാണ്ട് ആണോ മാത്സ് എടുത്ത് തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞ് ഡൗട്ട് അടിച്ചിരിക്കാതെ അത്രയും സമയം കളയാതെ പെട്ടെന്ന് ചെയ്യാം. നമ്മുടെ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ സീരീസ് ആണല്ലേ. 7 11 14 25 29 55 ഡാഷ്. ഈ ഡാഷിൽ വരുന്ന എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക. ഞാൻ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നോക്കുക 7 ഞാനപ്പോൾ ഡിഫറൻസുകൾ കണ്ടുപിടിച്ച് നോക്കുക. വലിയ വ്യത്യാസങ്ങളില്ല അല്ലേ? അടുത്തടുത്ത് എടുക്കുന്ന നമ്പറുകൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7 11 14 25 29 55 ഡാഷ് ഇവിടെയുള്ള നമ്പറാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ആദ്യം അവരുടെ വ്യത്യാസങ്ങൾ എടുത്ത് നോക്കുന്നു. 7ഉം 11ഉം 4 കൂട്ടി പോകണം അല്ലേ? 4 കൂട്ടി പോകണം. 11ഉം 14ഉം +3 ചെയ്യണം. ഇവിടെ വലിയ ഡിഫറൻസാണ് വരുന്നത് അല്ലേ? അപ്പം എനിക്ക് കിട്ടി ഇവിടെ 4 കൂട്ടിയല്ല ചെയ്യണത്. കാരണം തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ അതേ റൂള് വരുന്നില്ല. അപ്പോൾ എനിക്ക് എങ്ങനെ പറയാം? 7 എങ്ങനെ 11 ആയി എന്ന് വെച്ചാൽ എനിക്ക് 4 കൂട്ടി എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? 7നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് അതിൽ നിന്ന് 3 കുറച്ചു എന്ന് വേണമെങ്കിൽ പറയാം. × 2 - 3 എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം അല്ലേ? 7 × 2 14. 14-ൽ നിന്നും 3 കുറയ്ക്കുമ്പോൾ 11 കിട്ടുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? 11നോട് കൂടെ 3 കൂട്ടി അല്ല. അപ്പോൾ അവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. ഫസ്റ്റത്തേൽ എന്താ വന്നത്? × 2 - 3. അടുത്തതിൽ വന്നത് 11-ൽ നിന്നും 14 എന്ന് പറയുമ്പോൾ 11നോട് കൂടെ 3 കൂട്ടണം. ഇനി അപ്പോൾ അടുത്തത് എന്തായിരിക്കും ഓൾട്ടർനേറ്റീവ് ആയിട്ട്? × 2 - 3 ആയിരിക്കണം അല്ലേ? അപ്പോൾ നോക്കിക്കേ 14 × 2 എന്ന് പറയുമ്പോൾ 28 ആണ്. 28 - 3 എത്രയാ? 25 ആണ്. അപ്പോൾ അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? +3 ആണോ? 25 + 3 28 ആയിരുന്നു വരേണ്ടത്. അവർ 29 തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? 3 4 5 അങ്ങനെ ചിലപ്പോൾ കൂട്ടി പോകുന്നുണ്ടാവും അല്ലേ? രണ്ടാമത്തെ പാറ്റേൺ മാത്രം ഇൻക്രീസ് ആയി പോകുന്നുണ്ടാവും. അപ്പോൾ +4 ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. അടുത്തത് നോക്കിക്കേ 29. അപ്പോൾ നമ്മുടെ ഈ × 2 - 3 തന്നെ ആയിരിക്കണം അവിടെയും വരേണ്ടത് അല്ലേ? × 2 കാരണം അതിന് മാത്രം ചേഞ്ച് ഒന്നുമില്ലല്ലോ. × 2 - 3 29 × 2 എന്ന് പറയുമ്പോൾ 58. 58 - 3 55 കറക്റ്റ് ആണ്. ഇനി അടുത്ത പാറ്റേൺ അപ്പോൾ എന്തായിരിക്കും? ഇവിടെ +3 ആയിരുന്നു, ഇവിടെ +4 ആയിരുന്നു. അടുത്ത് വരേണ്ട പാറ്റേൺ എന്താ? +5 ആയിരിക്കും അല്ലേ? +5 ആയിരിക്കും അടുത്തത് വരേണ്ടത്. അപ്പോൾ 55 + 5 55നോട് കൂടെ 5 കൂട്ടുമ്പോൾ കറക്റ്റ് ആൻസർ എന്തെന്ന് വരും? 60 അല്ലേ? 55 + 5 which is equal to 60. അപ്പോൾ നമ്മുടെ ആ ഒരു ബ്ലാങ്ക് സ്പേസിൽ വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 60 ആയിരിക്കും. അപ്പോൾ എല്ലാവരും എഴുതിയെടുക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂള്. × 2 - 3 ഫസ്റ്റത്തെ ലെറ്ററിലെ. അടുത്തത് +3 ചെയ്തു. × 2 - 3 തന്നെ, പക്ഷെ +4 ആയി. പിന്നെ × 2 - 3 +5. അടുത്തെന്തായിരിക്കും? × 2 - 3 അടുത്തെന്തായിരിക്കും? +6 ആയിരിക്കും. അങ്ങനെ 3 4 5 6 അങ്ങനെ കൂടുന്നു. × 2 - 3 മാത്രം എന്ത് ചെയ്യുന്നില്ല? അവിടെ ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 60 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അടുത്ത 10 സെറ്റ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും പഠിക്കുക. ഡൗട്ടുകൾ ഉള്ളത് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.